പല പ്രതിസന്ധികളിലും രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ട് വിമാനമാണ് C-130J സൂപ്പർ ഹെർക്കുലീസ്. ഉക്രൈൻ യുദ്ധം, സുഡാനിലെ ആഭ്യന്തര യുദ്ധം തുടങ്ങി കേരളത്തിലെ മഹാപ്രളയത്തിൽ വരെ ഈ പടുകൂറ്റൻ വിമാനത്തിൻ്റെ സേവനം ലഭ്യമായിട്ടുണ്ട്. അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനാണ് C-130J സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ. ചരക്കുനീക്കം, സൈനിക വിന്യാസം, രക്ഷാപ്രവർത്തനം, തിരച്ചിൽ തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഈ പടക്കൂറ്റൻ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് 2008 C-130J വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത്. നിലവിൽ 12 C-130J വിമാനങ്ങളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഇന്ത്യയെ കൂടാതെ 22ഓളം രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും ഏതു ഭൂപ്രദേശത്തും പറന്നിറങ്ങാമെന്നതാണ് ഈ ട്രാൻസ്പോർട്ട് വിമാനത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസം അതീവ ദുർഘടമായ കാർഗിലിലെ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിക്കൊണ്ട് C-130J കരുത്തു തെളിയിച്ചു. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ കാവേരി, നേപ്പാൾ ഭൂകമ്പം, ഉത്തരാഖണ്ഡ്, കശ്മീർ, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രളയം തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ഓപ്പറേഷനുകളിൽ C-130J കരുത്തു തെളിയിച്ചു. കോവിഡ് കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ ഉപയോഗിച്ചതും ഈ വിമാനമായിരുന്നു. 2020 ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ സേനാവിന്യാസത്തിനും യുദ്ധോപകരണങ്ങൾ അതിർത്തിയിലെത്തിക്കുന്നതിനും C-130J സഹായകരമായി. ഏറ്റവും ഒടുവിൽ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഭാരതീയരെ നാട്ടിലെത്തിക്കാൻ നിയോഗിക്കപ്പെട്ടതും C-130J ആയിരുന്നു. നാഷണൽ ഡെസ്ക്, ജനം.